ഓക്കെ, അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ പോയിന്റ് P is at a distance of 3, 4, 5 units from XY, YZ, XZ planes respectively. Then the coordinates of P. അപ്പോൾ ഈ P എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും XY പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ് 3 ആണ്, YZ പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ് 4 ആണ്, XZ പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ് 5 ആണ് എങ്കിൽ പിയുടെ കോർഡിനേറ്റ് ആണ് ചോദ്യം. ഇവിടെ നോക്കിക്കേ, ഈ XY പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതെന്താണ് ശരിക്കും? ഇവിടെ എക്സും വൈയും അല്ലേ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ പറയാത്തതാരാ? ഇസഡ്. അപ്പോൾ XY പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് ഇസഡ് കോർഡിനേറ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഇസഡ് കോർഡിനേറ്റ് ആണ് ആദ്യത്തെ നമ്പർ 3. ഇനി ഒരു പോയിന്റിൽ നിന്ന് YZ പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈയും ഇസഡും, അപ്പോൾ അതേതായിരിക്കും? എക്സ് കോർഡിനേറ്റ് ആണ്. ഇനി XZ പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് വൈ കോർഡിനേറ്റും. അപ്പോൾ ഈ തന്നിരിക്കുന്നത് ശരിക്കും ആരാണ്? ഇസഡ് കോർഡിനേറ്റ് ആണ് 3, എക്സ് കോർഡിനേറ്റ് ആണ് 4, വൈ കോർഡിനേറ്റ് ആണ് 5. നമ്മൾ കോർഡിനേറ്റ് എഴുതുന്നത് XYZ എന്ന്. അപ്പോൾ x4, എക്സ് കോർഡിനേറ്റ് 4, വൈ കോർഡിനേറ്റ് 5, ഇസഡ് കോർഡിനേറ്റ് 3. അപ്പോൾ 4, 5, 3 എന്നാണ് പോയിന്റ്. കറക്റ്റ് ആൻസർ സി. ഇനി എൻ്റെ ബി പാർട്ട്, എൻ്റെ ഒരു സബ് ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ദ വെർട്ടീസസ് ഓഫ് പാരലോഗ്രാം ABCD ആർ എയും ബിയും സിയും പോയിന്റ്സ് തന്നിട്ടുണ്ട്. ചോദ്യം ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ വെർട്ടെക്സ് ഡി. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പാരലോഗ്രാം വരയ്ക്കും, ABC സൈക്ലിക് ആയിട്ട് കൊടുക്കണം. അതായത് ABCD എന്ന് ഇങ്ങനെ തന്നെ കൊടുക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ ABCD അല്ലാണ്ട് AB കഴിഞ്ഞിട്ട് ഇവിടുന്ന് CD എഴുതാൻ പറ്റത്തില്ല. ആ സൈക്ലിക് ആയിട്ട് തന്നെ കൊടുക്കണം. അപ്പോൾ ഇനി ഈ ഡിയുടെ കോർഡിനേറ്റ് ആണ് ചോദ്യം. അപ്പോൾ A തന്നിരിക്കുന്നത് 1, 2, 3, B തന്നിരിക്കുന്നത് 4, 3, 3, C തന്നിരിക്കുന്നത് 8, 7, 3. ഈ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ പാരലോഗ്രത്തിൻ്റെ പ്രത്യേകത, ഈ AC എന്ന് പറയുന്ന ഡയഗണലിൻ്റെ മിഡ് പോയിന്റ് തന്നെ ആയിരിക്കും BD എന്ന് പറയുന്ന ഡയഗണലിൻ്റെ മിഡ് പോയിന്റും. അതായത് ഇവിടെ മിഡ് പോയിന്റ് ഓഫ് AC ഈസ് ഈക്വൽ ടു മിഡ് പോയിന്റ് ഓഫ് ഏതായിരിക്കും? BD ആയിരിക്കും. അപ്പോൾ ഒന്ന് നോക്കിക്കേ, ഈ എയും സിയും തമ്മിൽ എങ്ങനെയാണ് മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നത്? മിഡ് പോയിന്റിൻ്റെ ഇക്വേഷൻ അറിയാം, x1 + x2/2. അതായത് എക്സ് കോർഡിനേറ്റ് ആഡ് ചെയ്യുക, പകുതി എടുക്കുക, വൈ കോർഡിനേറ്റ് ആഡ് ചെയ്യുക, പകുതി എടുക്കുക, ഇസഡ് കോർഡിനേറ്റ് ആഡ് ചെയ്യുക, ഹാഫ് എടുക്കുക. അപ്പോൾ എന്ത് വരും? ഇവിടുത്തെ x1, ഇവിടുത്തെ 8. അപ്പോൾ 1 + 8/2, വൈയോ 2 + 7, 2 + 7/2, 3 + 3, 3 + 3/3 ഈസ് ഈക്വൽ ടു, ഈ ബിയും ഡിയും കൂടെ മിഡ് പോയിന്റ് എടുത്താലോ? എക്സ് കോർഡിനേറ്റ് 4ഉം എക്സും, 4 + x/2, 3 + y, 3 + y/2, 3 + z, 3 + z/2. അപ്പോൾ ഇവിടെ 1 + 2, 1 + 8 9 എന്ന് എഴുതാം. അപ്പോൾ 9/2, ഇവിടെയും 9/2, ഇവിടെ 6/2 ഈസ് ഈക്വൽ ടു 4 + x/2, 3 + y/2, 3 + z/2. ഇനി ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് ഒന്ന് ഇക്വേറ്റ് ചെയ്തേ. ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ്സ് ആരാ? ഇവിടുത്തെ 9/2 ഈസ് ഈക്വൽ ടു 4 + x/2. ആ 2ഉം 2ഉം പോട്ടെ. അപ്പോൾ 9 ഈസ് ഈക്വൽ ടു 4 + x, 9 - 4 ഈസ് ഈക്വൽ ടു x. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയെന്ന് കിട്ടി? 5. സെയിം സ്റ്റെപ്പ് അടുത്ത വൈ കോർഡിനേറ്റ്, 9/2 ഈസ് ഈക്വൽ ടു 3 + y/2, 2ഉം 2ഉം പോട്ടെ. 9 ഈസ് ഈക്വൽ ടു 3 + y, 9 - 3 ഈസ് ഈക്വൽ ടു y. അപ്പോൾ വൈ കോർഡിനേറ്റ് 6. അടുത്ത ഇസഡ്, ഇവിടെ 6/2 ആണ്. 6/2 ഈസ് ഈക്വൽ ടു 3 + z/2, 2ഉം 2ഉം പോയി. 6 ഈസ് ഈക്വൽ ടു 3 + z, 6 - 3 ഈസ് ഈക്വൽ ടു z. അപ്പോൾ ഇസഡിൻ്റെ വാല്യൂ 3. അപ്പോൾ ഡിയുടെ കോർഡിനേറ്റ് ആരാണ്? 5, 6, 3. ഓക്കെ ആണല്ലോ.